കണ്ണൂരിൽ എതിരില്ലാതെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയതുപോലെയാണ് CPM-ന് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറിയത്. അതിൽ പ്രതികരണവുമായി എത്തുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കണ്ണൂരിൽ CPM സ്ഥാനാർത്ഥികൾ വിജയം ആഘോഷിക്കുന്നത് ജനാധിപത്യത്തെ കശാപ്പു ചെയ്തതുകൊണ്ടാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാന ആരോപണം. ഗുണ്ടായിസം കാട്ടിയും ഭയപ്പെടുത്തിയും എതിർ സ്ഥാനാർത്ഥികളെയോ രാഷ്ട്രീയത്തെയോ അനുവദിക്കാത്ത പാർട്ടിയുടെ കാടത്തമാണ് CPM-ന്റേത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ വാർഡിൽ പോലും CPM ക്രിമിനലുകൾ UDF സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി. പഞ്ചായത്തിലും സ്വന്തം വാർഡിലും ജനാധിപത്യവും സ്വാതന്ത്ര്യവും അനുവദിക്കാത്ത പിണറായി വിജയനും MV ഗോവിന്ദനുമാണോ ഫാഷിസ്റ്റ് വിരുദ്ധ ക്ലാസ് എടുക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ബംഗാളിലെ അവസാന കാലത്തേക്കാൾ വലിയ മാഫിയ സംഘത്തെ പോലെയാണ് കേരളത്തിലെ CPM പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. UDF സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശക പത്രികകൾ നിയമവിരുദ്ധമായി തള്ളുവാൻ ഒരു സംഘം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ CPM ഫ്രാക്ഷൻ പോലെ പ്രവർത്തിച്ചു. കണ്ണൂർ ജില്ലയിലെ മലവട്ടം, കണ്ണപുരം, ആന്തൂർ എന്നിവിടങ്ങളിൽ ഇത് വ്യക്തമാകുന്നു. മലവട്ടം പഞ്ചായത്തിൽ വരണാധികാരിയുടെ മുന്നിലിട്ട ഒപ്പ് വ്യാജമാണ് എന്ന് കണ്ടെത്തി UDF സ്ഥാനാർത്ഥിയുടെ പത്രികയെ തള്ളിയ നടപടി വിചിത്രമാണ്. എറണാകുളത്താവട്ടെ കടമ്പക്കുടിയിൽ തിരുത്തിയ പത്രിക സമർപ്പിക്കാൻ എത്തിയ UDF സ്ഥാനാർത്ഥിയെ പോലീസ് ഉദ്യോഗസ്ഥൻ വൈകിപ്പിക്കാൻ ശ്രമിച്ച സംഭവമുണ്ടായി. പാലക്കാട് അട്ടപ്പാടിയിൽ എതിർ സ്ഥാനാർത്ഥിയെ തട്ടിക്കളയുമെന്നാണ് CPM ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണിയെന്നും പ്രതിപക്ഷ നേതാവ് അറിയിക്കുകയാണ്. ഖാദി ബോർഡ് താൽക്കാലിക ജീവനക്കാരുടെ കാര്യത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരട്ടത്താപ്പ് കാണിക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 4 CPM സ്ഥാനാർത്ഥികളുടെ പത്രിക അംഗീകരിച്ചപ്പോൾ അതേ കാരണം ചൂണ്ടിക്കാണിച്ച് എറണാകുളം ആലങ്ങാടുള്ള UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് പക്ഷാപാതപരമായ നടപടി തന്നെയാണ്. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ നടപടിയെ UDF നിയമപരമായി നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. കൂടാതെ കഴിഞ്ഞ ദിവസത്തെ പ്രതിപക്ഷ നേതാവിന്റെ വെളിപ്പെടുത്തൽ വളരെ നിർണായകമായിരുന്നു. പോറ്റിയും കടകംപള്ളിയുമായി ബന്ധമുണ്ട് എന്നതിന് തെളിവ് തന്റെ പക്കൽ ഉണ്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇത് CPM-നെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി തന്നെയാണ്. കണ്ണൂരിലെ CPM ഗുണ്ടായസത്തിന് നേരെ നെഞ്ചും വിരിച്ച് പ്രതികരിക്കുന്ന സതീശന്റെ ആ പ്രതികരണത്തിലേക്ക് പോകാം. കണ്ണൂര് CPM ചെയ്യുന്നത് അവരുടെ ഗുണ്ടായുസമാണ്. പാർട്ടി സെക്രട്ടറിയുടെ നിയോജക മണ്ഡലത്തിൽ വേറെ ആരും നോമിനേഷൻ കൊടുക്കാൻ പാടില്ല. ഭീഷണിപ്പെടുത്തി ചെയ്യാണ്. ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ട് പിൻവലിപ്പിക്കുകയാണ്. ഇതുവരെ കാണുകയോ കേൾക്കാത്ത ചെയ്ത രീതിയാണ്. സ്ഥാനാർത്ഥി എൻ്റെ ഒപ്പാണെന്ന് പറഞ്ഞിട്ടും ഇത് നിങ്ങളുടെ ഒപ്പമല്ല എന്ന് പറഞ്ഞിട്ട് റിട്ടേണിംഗ് ഓഫീസർ നോമിനേഷൻ തള്ളുന്ന വിചിത്രമായ ഒരു കാലത്താണ്. ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഫോണിൽ വിളിച്ച് നിങ്ങളെ തട്ടിക്കളയും, അത് ചെയ്ത് കളയും, ഇല്ലാതാക്കി കളയും, നിങ്ങളെ ജീവിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. വനിതാ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയാണ്. അവരുടെ വീടുകളിൽ പോയി നിരവധി കേസുകളാണ് വരുന്നത്. അപ്പോൾ CPM BJP എന്നുള്ള ഫാസിസ്റ്റ് പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമല്ല. CPM ഇതും ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണ് എന്ന് തെളിയിക്കുകയാണ്. ഒരു നീതിപൂർവമായ, സത്യസന്ധവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും? എറണാകുളത്ത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളി. കാരണം പറഞ്ഞത് ഖാദി ബോർഡിലെ അവരൊരു ജീവനക്കാരിയാണ്, അതായത് അറ്റാച്ച്ഡ് ജീവനക്കാരിയാണെന്ന് പറഞ്ഞു. 4 CPM സ്ഥാനാർത്ഥികളുടെ ഇതേപോലത്തെ ജീവനക്കാരുടെ കാസർഗോഡ്, കണ്ണൂരിലും നോമിനേഷൻ സ്വീകരിച്ചു. ഇതേപോലത്തെ 4 പേര്, ഇതേ ജോലി ചെയ്യുന്ന 4 പേരെ കാസർഗോഡും കണ്ണൂരും അവർ സ്വീകരിച്ചു. എന്നിട്ട് ഇവിടെ സ്വീകരിക്കുന്നില്ല. എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ കടമ്പക്കുടി ഡിവിഷനിൽ ഒരു കംപ്ലൈൻ്റ് ആണെന്ന്. നോമിനേഷൻ സാധാരണ കറക്റ്റ് ചെയ്യാൻ വേണ്ടി തിരിച്ചു കൊടുക്കും. അവർ കറക്റ്റ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അവരെ റൂമിൽ കയറ്റിയില്ല. അപ്പോൾ അവർക്ക് നോമിനേഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. അവരെ തടുത്തു നിർത്തി പോലീസും എല്ലാവരും കൂടി. എന്തു തോന്നിയാസവും കാണിക്കാം എന്നുള്ള രീതിയിൽ എന്ത് കാണിച്ചാലും CPM ജയിക്കില്ല. ജയിക്കാൻ പോണത് UDF ആണ്. UDF അധികാരത്തിലേക്ക് വരും, സംശയം വേണ്ട. ഞങ്ങൾ നിയമപരമായി മൂവ് ചെയ്യും. ഇപ്പം നാളെയല്ലേ കോടതിയുള്ളൂ. ഇന്നലെയാണല്ലോ ഈ സംഭവം നടന്നത്. നാളെ ഞങ്ങൾ കോടതിയിൽ നിയമപരമായി നേരിടും. എല്ലാ നിയമവിരുദ്ധമായി ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ പിൻവലിക്കും. വളരെ കുറവാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം സാധാരണ കാലത്ത് ഉണ്ടാകുന്നതിൻ്റെ 10-1 പ്രശ്നങ്ങളില്ല. ഏറ്റവും കുറവ് വിഷയങ്ങളാണ് ഇപ്പോഴുള്ളത്. അതേ സമയത്ത് ഒരു കാലത്തും ഇല്ലാതിരുന്ന CPM-ൽ എന്തോരം വിമതന്മാരെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, കണ്ണൂർ വരെ. ഇന്ന് ഞാൻ കണ്ട ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒരു CPM വിമതനം ഭീഷണിപ്പെടുന്ന തട്ടിക്കളയുമെന്ന് പറയും. തട്ടിക്കളയുമെന്ന് പറയാണ്. പാലക്കാടൊക്കെ വ്യാപകമായി വിമതരാണ്. തിരുവനന്തപുരം സിറ്റിക്കകത്ത് വിമതരാണ് CPM-ന്. അപ്പം ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇനിയും കുറേ പേര് കൂടി മാറും. നാളെ ആകുമ്പോഴേക്കും മാറും. അവരെല്ലാം പാർട്ടിയുടെ കൂടെ നിൽക്കും. വൈകാരികമായിട്ടാണ് പലരും നോമിനേഷൻ കൊടുത്തത്.
വളരെ കുറച്ച് സ്ഥലങ്ങളാണ്. അത് എല്ലാം പരമാവധി പ്രശ്നങ്ങൾ തീർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു 2020 35 പഞ്ചായത്തിൽ മലപ്പുറം ജില്ലയിൽ സാമ്പാർ മുന്നണിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ കുഴപ്പമായിരുന്നു. ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ പോലും ഇല്ല. ഘടകകക്ഷികൾ തമ്മിൽ എല്ലാ വിഷയങ്ങളും തീർന്നു. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിൽ 20 വർഷമായിട്ട് തർക്കമായിരുന്നു. UDFിനകത്ത് ഒരു തർക്കമില്ല. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ടീം UDF എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ടീം UDF ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടും. എല്ലാവർക്കും അതൊക്കെ ഞാൻ അവസാനം പറഞ്ഞാൽ മതിയോ? തുടക്കത്തിലേ പറയുന്നത് തോക്കേണ്ട പ്രശ്നം ഉദിക്കുന്നില്ല ഈ പ്രാവശ്യം. അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല.